അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സിഹിർ ഏറ്റവർക്ക്, അതായത് നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും സിഹിർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന 20ഓളം അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചാൽ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും വലിയ വിജയമാണ് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആർക്കെങ്കിലും സിഹിർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ദുനിയാവിൽ നിന്ന് കുറച്ച് സമയം സിഹിർ ബാധിച്ചുകൊണ്ട് പ്രയാസം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അതിന് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ അനുഗ്രഹങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സിഹിർ ഏറ്റവർക്ക് അല്ലാഹു നൽകുന്ന 20ഓളം അനുഗ്രഹങ്ങൾ. അതിൽ ഒന്നാമത്തെ അനുഗ്രഹമാണ്, നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരും. മറ്റുള്ളവർ നമുക്ക് സിഹിർ ചെയ്യുമ്പോൾ നമുക്ക് രോഗങ്ങൾ പിടിപെടുന്നു, പല ദുരിതങ്ങളും ഉണ്ടാകുന്നു, പല പ്രതിസന്ധികളും ഉണ്ടാകുന്നു, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ മരത്തിൻ്റെ ഇല കൊയ്യുന്നത് പോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരും. ഇനി രണ്ടാമത്തേതാണ് പദവി ഉയർച്ച. അതായത് നമുക്ക് രോഗങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി സിഹിർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാൻ പോകുന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ പദവി നമുക്ക് ഉയർത്തപ്പെടും. ആ സമയത്ത് നമ്മൾ എത്രത്തോളം പ്രയാസം അനുഭവിച്ചോ അതിനേക്കാൾ എത്രയോ ഇരട്ടി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിജയം നൽകുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അത് നമ്മൾ ക്ഷമയോടുകൂടി നേരിട്ടാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിലേക്കും അടുക്കുന്നതാണ്. നമ്മോട് വലിയ ഇഷ്ടമായിരിക്കും റബ്ബ് സുബ്ഹാനഹു തആലക്ക്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ കാവൽ, സഹായം എപ്പോഴും നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, നമ്മുടെ ദുആ എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായിട്ടും നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കാൻ നമുക്ക് വേണ്ട ഒന്നാണ് ക്ഷമ എന്നുള്ളത്. ക്ഷമ എന്നുള്ളത് ഈമാനിൻ്റെ പകുതിയാണ്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഠിനമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കഠിനമായ രോഗങ്ങളാൽ മരണപ്പെട്ടാൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ പോകുന്നത് ഷഹീദിൻ്റെ പ്രതിഫലമാണ്. മാത്രമല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് രോഗം ബാധിച്ചുകൊണ്ട്, മരുന്ന് കഴിച്ചുകൊണ്ട്, വേദന സഹിച്ചുകൊണ്ട് എത്ര കാലത്തോളം നമ്മൾ ജീവിച്ചോ ആ സമയത്തൊക്കെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തരുകയാണ്. നമ്മൾ ചെയ്തു പോയ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരുപാട് കാലം രോഗം ബാധിച്ചുകൊണ്ട് പ്രയാസത്തോടുകൂടി മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട. അതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അവർ എത്ര കാലത്തോളം രോഗം ബാധിച്ച് കിടന്നോ അത്രത്തോളം അവർ ചെയ്തു പോയ തെറ്റുകൾ, പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പുറത്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, രോഗങ്ങൾ കൊണ്ട്, കടങ്ങൾ കൊണ്ട്, സാമ്പത്തികമായിട്ട്, ശാരീരികമായിട്ട്, മാനസികമായിട്ട് മറ്റു പല പ്രതിസന്ധികൾ കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ക്ഷമയോടെ ഇരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വലിയ വിജയമാണ് അവർക്ക് നൽകാൻ പോകുന്നത്. മാത്രമല്ല, അതിന് കണക്കില്ലാത്ത പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇരുലോകത്തും അവർക്ക് നൽകുക. ഇനി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് രോഗം ബാധിച്ച സമയത്ത് ആരാധനകൾ മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ ആരാധനകൾ എടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ നിങ്ങൾക്ക് രോഗം ബാധിച്ച സമയത്ത്, ആരോഗ്യമില്ലാത്ത സമയത്തും അല്ലാഹു സുബ്ഹാനഹു തആല എഴുതപ്പെടും.
അതായത് ആരോഗ്യമില്ലാത്ത സമയത്ത്, രോഗം ബാധിച്ച സമയത്തും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കൂലി നൽകും, പ്രതിഫലം നൽകും. എന്നാൽ നിങ്ങൾ ആരോഗ്യമുള്ള സമയത്ത് നിങ്ങൾ അള്ളാഹുവിന് ആരാധന ചെയ്തവരായിരിക്കണം. ഇനി അള്ളാഹു നൽകുന്ന മറ്റൊരു അനുഗ്രഹമാണ് നന്മയുടെ രേഖ. അതായത് മറ്റുള്ളവർ നമുക്ക് സിഹ്ർ ചെയ്തതുകൊണ്ട്, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം കൊണ്ട്, വേദന കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹം, അത് നമുക്ക് അതിനൊക്കെയും നന്മ രേഖപ്പെടുത്തുകയാണ്. ഇനി ആറാമത്തെ അനുഗ്രഹമാണ് നമ്മുടെ തവക്കുൽ ദൃഢമാകുന്നു. അതായത് എല്ലാ ശക്തിയും അള്ളാഹുവിന് മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുകയും എല്ലാ കാര്യവും അവനിൽ വരമേൽപ്പിക്കാനുള്ളൊരു കഴിവ് നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വിനയമുണ്ടാകുന്നു. നമ്മുടെ ബലഹീനത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അള്ളാഹുവിനോട് നമ്മൾ വിനയം കാണിക്കുകയും ചെയ്യും. ഇനി എട്ടാമത്തേത് ദുആയുടെ സ്വീകാര്യത. അതായത് നമ്മുടെ ദുആ റബ്ബ് സുബ്ഹാനഹു തആല വളരെ വേഗം സ്വീകരിക്കും. നമുക്ക് വേണ്ടി ആരെങ്കിലും സിഹ്ർ ചെയ്താൽ, ആ സമയത്ത് നമ്മൾ വലിയ പ്രയാസം അനുഭവിക്കുന്ന ആ സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, ആ ദുആ അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വേഗം സ്വീകരിക്കുന്നതാണ്. ഇനി അന്ത്യനാളിനെ നിധി. അതായത് ഇഹലോകത്ത് നമ്മൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നത് കൊണ്ട്, വേദന അനുഭവിക്കുന്നത് കൊണ്ട്, പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോകുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ പരലോകത്തെ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു തആല കുറക്കും. നമുക്ക് വേണ്ടി ആരെങ്കിലും സിഹ്ർ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം പ്രയാസപ്പെട്ടോ അതിനേക്കാൾ എത്രയോ ഇരട്ടി നമ്മൾ ആഖിറത്തിൽ അനുഭവിക്കേണ്ട ശിക്ഷയിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കുന്നതാണ്. ഇനി അടുത്തതായി ലഭിക്കുന്ന അനുഗ്രഹമാണ് ഹൃദയശാന്തി. അതായത് അള്ളാഹുവിൻ്റെ വിധിയെ നമ്മൾ തൃപ്തിപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് നമുക്ക് ഹൃദയശാന്തി. അതായത് സമാധാനം. നമുക്കൊരിക്കലും ടെൻഷൻ ഉണ്ടാകില്ല. എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും അതിനെ നേരിടാനുള്ള ഒരു മനക്കരുത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. മനസ്സമാധാനം നമ്മുടെ മരണം വരെ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. അതാണ് ഹൃദയശാന്തി എന്ന് പറയുന്നത്. ഇനി അടുത്ത അനുഗ്രഹമാണ് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്നു. അതായത് നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ, ആ സമയത്ത് നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ അതിനെ നേരിട്ടാൽ അത് കാരണം സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. മറ്റുള്ളവർ നമുക്ക് വേണ്ടി സിഹ്ർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ, വേദനകൾ നമ്മൾ സഹിക്കേണ്ടി വരും. എന്നാൽ അതൊക്കെയും നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ അതിനെ നേരിട്ടാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകാൻ പോകുന്ന വലിയൊരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും. അതായത് സ്വർഗം വരെ നമുക്ക് ലഭിക്കാൻ അത് കാരണമാകും. ഇനി അടുത്തത് നല്ല മരണം ലഭിക്കുന്നു. പരീക്ഷണങ്ങളിൽ ക്ഷമിച്ച് നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നല്ല മരണമാണ് നൽകുക. ഈമാനോടുകൂടിയുള്ള മരണമാണ് നൽകുക. ഇനി അടുത്ത അനുഗ്രഹമാണ് നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയാകുന്നു. അതായത് നമുക്ക് പല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ക്ഷമിച്ച് നിൽക്കുന്നത് അത് മറ്റുള്ളവർക്കൊരു മാതൃകയാകും. ഇനി പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സിഹ്ർ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ, സിഹ്ർ ബാധിക്കാതിരിക്കാൻ, സിഹ്ർ ബാത്തിലാകാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഖുർആനിക ചികിത്സയാണ് ചെയ്യേണ്ടത്. അതായത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഓതുക, സൂറത്തുൽ ഫലക്ക് ഓതുക, സൂറത്തുൽ നാസ് ഓതുക. ഇങ്ങനെ ഓതുന്നതിലൂടെ സിഹ്ർ ബാത്തിലാകുക മാത്രമല്ല, നിങ്ങളും അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ദുനിയാവിൽ നിന്നും രോഗങ്ങൾ നൽകുമ്പോൾ, ദുരിതങ്ങൾ നൽകുമ്പോൾ അത് നമുക്ക് നൽകുന്ന നന്മയാണ്. അത് കാരണം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അതുകൊണ്ട് നമുക്ക് ഇഹലോകത്തും നമുക്ക് നൽകും. വലിയ വിജയം നമുക്കുണ്ടാകും. നമുക്ക് ചില സമയത്ത്
രോഗങ്ങൾ അള്ളാഹു നൽകുന്നത് വലിയ അപകടങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന്, മറ്റുള്ളവരുടെ വഞ്ചനകളിൽ നിന്ന്, ചതിയന്മാരുടെ ചതിയിൽ നിന്ന്, സിഹറിൽ നിന്ന്, അസൂയക്കാരിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, ഇവരിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു കാവലായിരിക്കും, രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിരിക്കും ചില സമയത്തൊക്കെ നമുക്ക് രോഗങ്ങൾ നൽകുന്നത്. നമുക്ക് രോഗമാണ്, സുഖമില്ല എന്നൊക്കെ മറ്റുള്ളവർ അറിയുമ്പോൾ ഒരിക്കലും അവരുടെ കണ്ണീർ നാക്ക് ഒന്നും നമുക്ക് ഉണ്ടാക്കില്ല. മാത്രമല്ല അവർക്ക് നമ്മോട് ദേഷ്യമുണ്ടാകില്ല. അവർ നമുക്ക് വേണ്ടിയിട്ട് സിഹർ ചെയ്യില്ല. നമ്മോട് അവർക്ക് ദേഷ്യമുണ്ടാകില്ല. നമ്മൾ നല്ല ആരോഗ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, സമാധാനത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മോട് ദേഷ്യവും അസൂയയും കിബറും എല്ലാം വർദ്ധിക്കുന്നത്. അത് കാരണമാണ് മറ്റുള്ളവർ നമുക്ക് വേണ്ടി സിഹർ വരെ ചെയ്യുന്നത്, നമ്മുടെ തകർച്ച കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില സമയത്ത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന രോഗങ്ങൾ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹമാണ് മറ്റുള്ളവർ നമുക്ക് സിഹർ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നരകത്തിൽ നിന്നും കാവൽ നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത്, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം ലഭിക്കുന്നതാണ്. ക്ഷമിക്കുന്നവർക്ക് നാളെ പരലോകത്ത് അള്ളാഹുവിനെ നേരിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പറയരുത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, മറ്റുള്ളവർക്കൊന്നും രോഗം നൽകുന്നില്ലല്ലോ, അവരൊക്കെ എത്ര സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിക്കുന്നത്, അവർ അല്ലാഹുവേ നിനക്ക് വേണ്ടി ഇബാദത്ത് വരെ ചെയ്യുന്നില്ല, എന്നിട്ടും നീ അവർക്ക് രോഗം നൽകിയില്ലല്ലോ, പ്രയാസങ്ങൾ നൽകിയില്ലല്ലോ, പ്രതിസന്ധികൾ നൽകിയില്ലല്ലോ, അവർ എത്ര സന്തോഷത്തിലും സമാധാനത്തിലും സുഖത്തിലുമാണ് ജീവിക്കുന്നത്, എന്നാൽ കൂടുതൽ സമയവും നിനക്ക് വേണ്ടിയിട്ട് ഇബാദത്ത് ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, ഒരു തെറ്റുപോലും ചെയ്യാത്ത എനിക്കെന്തിനാണ് റബ്ബേ രോഗം നൽകുന്നത്, കടങ്ങൾ നൽകുന്നത്, മറ്റു പല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, വേദനകൾ എനിക്ക് നൽകുന്നത് എന്നൊന്നും നിങ്ങൾ ഒരിക്കലും പറഞ്ഞു പോകരുത്. കാരണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രോഗം നമുക്ക് അല്ലാഹു നൽകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്, നിഅമത്താണ്. കാരണം അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയമാണ് പിന്നീട് ദുനിയാവിൽ നിന്നും ആഖിറത്തിൽ നിന്നും നമുക്ക് നൽകാൻ പോകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ, മറ്റ് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത്. ആ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗത്തെ തൊട്ടും കടത്തെ തൊട്ടും മറ്റ് പല പ്രയാസങ്ങളെ തൊട്ടും പ്രതിസന്ധികളെ തൊട്ടും നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സിഹറിൽ നിന്നും, നാക്കേറിൽ നിന്നും, കണ്ണേറിൽ നിന്നും, അസൂയാലുക്കളിൽ നിന്നും, വഞ്ചകരിൽ നിന്നും, ചതിയന്മാരിൽ നിന്നും, എല്ലാ അപകടങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. ദുനിയാവിൽ മരിക്കുന്ന കാലത്തോളം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ബറക്കത്തോടു കൂടിയും ജീവിക്കാനും, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരണപ്പെട്ട് അല്ലാഹുവേ നാളെ നിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനും നീ ഭാഗ്യം നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.